ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിൻ്റെ അവസാനത്തെ യൂണിറ്റായ 6ാമത്തെ യൂണിറ്റായ മാനത്തോളം എന്നതിലെ ആദ്യത്തെ പാഠമാണ്. ഒത്തുപിടിച്ചോളിൻ എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. ഇതൊരു കുട്ടി കവിതയാണേ. അപ്പോൾ ഈ കവിതയും അതിലുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലുള്ള വിഷയങ്ങളുടെയും വീഡിയോസ് STD 3/2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം മാനത്തോളം നമ്മുടെ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 2 വരികൾ തന്നിട്ടുണ്ട്. എന്താണ്? പാദമൂന്നി നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ. പാദമൂന്നി നിന്ന്, പാദം എന്ന് വെച്ചാൽ കാല് താഴെ ഉറപ്പിച്ചു നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു, അതായത് ആകാശത്തേക്ക് എത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ. ഭൂമിയുടെ ആഗ്രഹങ്ങൾ എന്ന പോലെ മരങ്ങൾ ആകാശത്തേക്ക് എത്തി നോക്കുന്നു എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാനത്തോളം വളരണം, നമ്മൾ മാനത്തോളം വലുതാവണം എന്നൊക്കെ പറയാറില്ല മക്കളെ. അതുപോലെ തന്നെ ഇവിടെ മരങ്ങൾ മുകളിലേക്ക് വളർന്നു നിൽക്കുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞിട്ടുള്ളത് കവി? ഭൂമിയുടെ മോഹങ്ങൾ പോലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കവിത നോക്കാം. ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ, ഓലഞ്ഞാലി കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ, ഒത്തിരി 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 കാര്യം ഓർത്തു നടന്നോളിൻ, മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ, തയ്യാറാണെങ്കിൽ മാനത്തെ തറ നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിൻ, മാനത്തോളം വലുതാവാൻ ഒന്നായി നിന്നോളിൻ, മാനവരൊന്ന് നാമിന്നൊന്ന് പാടി നടന്നോളിൻ. ഇപ്പൊ എന്താ മക്കളെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഒരുമയെ കുറിച്ചാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒത്തുപിടിച്ചോളിൻ, നമ്മൾ ഒന്നായി നിന്നോളിൻ, അതായത് ഒരു വ്യത്യാസവും ഇല്ലാതെ, ജാതി മത വ്യത്യാസമോ സാമ്പത്തിക വ്യത്യാസമോ സാമൂഹിക വിഷമത്തോ ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധത്തോടെ ഒരുമിച്ച് നിൽക്കുക. പിന്നെ അതുപോലെ എല്ലായിടവും നോക്കി മനസ്സിലാക്കി, നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കി മനസ്സിലാക്കി ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കി കണ്ടു പഠിച്ച് വളരുക. പിന്നെ അതുപോലെ കിളികളോടൊപ്പം ഒത്തു പറക്കുക എന്ന് വെച്ചാൽ അവിടെ ജീവികളോടുകൂടി, ജീവികൾ നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ള ഒരു ബോധം വേണം എന്നാണ് പറയുന്നത്. മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ, അതായത് മാനം നോക്കിയിട്ട് ആകാശം നോക്കി സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ മാനത്ത് എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് എണ്ണിപ്പോന്നോളിൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നേടിയെടുക്കുക. പിന്നെയോ മാനത്തോളം വലുതാവാൻ ഒന്നായി നിന്നോളിൻ. അപ്പോൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെല്ലാവരും മാനത്തോളം വളർന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നന്മ കൊണ്ട് ലോകത്തെ കീഴടക്കി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. അതുപോലെ മാനവരൊന്ന് നാം ഇന്നൊന്ന് പാടി നടന്നോളിൻ. മനുഷ്യരായ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള പാട്ട് പാടി നടന്നോളൂ. ഒന്നാണ് എന്നുള്ള ബോധം വന്നോട്ടെ, ഒന്നാണ് എന്നുള്ള സന്ദേശം എല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കുക എന്നൊക്കെയാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1, കൂട്ടായി താളമിട്ട് ചൊല്ലും. ഇത് നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പുകളായി നല്ല താളത്തിൽ ഈ കവിത നിങ്ങളുടെ ടീച്ചർക്ക് ചൊല്ലിക്കൊടുക്കുക. ചോദ്യം 2, മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാനത്തോളം വലുതാവുക എന്നതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുക എന്നർത്ഥമാക്കാം. അതേസമയം എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നവരെയും നമ്മളെല്ലാവരും വാനോളം പുകഴ്ത്തി പറയാറുണ്ട്. അത്തരത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടും മാനത്തോളം വലുതാവുക എന്ന് നമുക്ക് പറയാം. ചോദ്യം 3, മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഏതൊരു കാര്യവും ഒരുമിച്ച് നിന്ന് ചെയ്യണം. സമൂഹത്തിൽ ഒരു വേർതിരിവും കൂടാതെ ഒരുമിച്ച് നിൽക്കണം. മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവരിൽ നിന്നും നന്മ ചെയ്യാൻ പഠിക്കുകയും തിന്മ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണണം. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുകയും ചെയ്യണം. മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. കാര്യങ്ങളെ കൊണ്ടെല്ലാം മാനത്തോളം വലുതാവാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഒത്തുപിടിച്ചോളിൻ എന്നുള്ള ചെറിയ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്